എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരിക്കലും ഒരിടത്ത് ഒരു തേക്കുമരവും തൊട്ടപ്പുറത്തൊരു കുറ്റിച്ചെടി നിൽക്കണ്ടായിരുന്നു. അപ്പൊ ഈ തേക്കുമരം നല്ല ഉയരത്തിൽ പോയിരിക്കുകയാണ്. അപ്പോൾ വർഷങ്ങളുടെ പഴക്കമുണ്ട്, ഒപ്പം തന്നെ വളരെ ശക്തനാണ്. അവൻ എപ്പോഴും അഭിമാനത്തോടു കൂടി പറയും, എന്തൊക്കെ വന്നാലും എന്നെ പിഴുതുമറിക്കാനായിട്ട് സാധിക്കില്ല. അവൻ എപ്പോഴും കുറ്റിച്ചെടിയെ കളിയാക്കുമായിരുന്നു. അപ്പൊ തേക്കുമരം ഒരു ദിവസം ഇങ്ങനെ അഭിമാനത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് ശക്തമായൊരു കാറ്റ് വീശിയപ്പോഴും അവൻ തല ഉയർത്തി തന്നെ നിവർന്നു നിന്നു. പക്ഷെ നമ്മുടെ കുറ്റിച്ചെടിയാകട്ടെ കാറ്റ് വീശിയപ്പോൾ അതിനനുസരിച്ച് കുമ്പിട്ട് നിന്നു. വീണ്ടും ശക്തമായ മഴ പെയ്തു. എന്നിട്ടും തേക്കുമരത്തിന് കുലക്കമില്ല. അവൻ അഭിമാനത്തോടെ തല ഉയർത്തി പറഞ്ഞു, എത്ര വലിയ മഴ പെയ്താലും എത്ര വലിയ കാറ്റ് വന്നാലും എന്നെ ഇതൊന്നും ബാധിക്കില്ല. ഞാൻ ഇന്നും തല ഉയർത്തി നട്ടലുയർത്തി മാത്രം നിൽക്കുമെന്ന് അവൻ അഭിമാനത്തോടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഒപ്പം തന്നെ കുറ്റിച്ചെടിയെ കളിയാക്കി, നിനക്കിങ്ങനെ വളയാനും മറ്റുള്ളവരുടെ മുമ്പിൽ കുമ്പിടാനും മാത്രമേ സാധിക്കുകയുള്ളൂ, നീ ഒന്നുമല്ല എന്ന് അവനെ കളിയാക്കുകയും ചെയ്തു. കുറ്റിച്ചെടി അതിനോടൊന്നും പ്രതികരിച്ചില്ല. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കാറ്റിന്റെ ഗതി ഒന്ന് മാറി, അതിന്റെ ശക്തി ഒന്ന് കൂടി, കൊടുങ്കാറ്റായി അത് രൂപാന്തരപ്പെട്ടു. ഈ കൊടുങ്കാറ്റ് വീശിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇതിന്റെ ചില്ലകളിന്മേ ശക്തമായി കാറ്റ് അഞ്ഞടിക്കുകയും തേക്കുമരത്തിന് പിടിച്ചു നിൽക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്തു. ഏറ്റവും അവസാനം ആ കാറ്റിൽ ആടിയുലഞ്ഞ് തേക്കുമരം മറിഞ്ഞു വീണു. എന്നാൽ കുറ്റിച്ചെടിയാകട്ടെ കാറ്റിനനുസരിച്ച് ചാഞ്ഞും ചെരിഞ്ഞു നിന്ന് അവിടെ തന്നെ നിലനിന്നു. ഇതൊരു കുട്ടിക്കഥയാണ്, പക്ഷേ ഇതിൽ നിന്നും നമ്മൾ ചില പാഠങ്ങൾ ഉൾക്കൊള്ളണം. ഏറ്റവും സിമ്പിളായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം, പക്ഷെ അഹങ്കരിക്കരുത്. അഹങ്കാരം കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള നമ്മുടെ വീഴ്ചയുടെ ആഘാതവും കൂടും. എത്രത്തോളം എളിമയുള്ളവനായിരിക്കുക, എത്രത്തോളം വിനയമുള്ളവനായിരിക്കുക, അതാണ് അവന്റെ ഉയർച്ചയ്ക്കും കാരണമാകുന്നത്. അല്ലെങ്കിൽ തന്റെ അഹങ്കാരം കൊണ്ട് ആ വീഴ്ചയുടെ ആഘാതവും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്, എത്ര കഴിവുണ്ടെങ്കിലും എത്ര വലിയവനാണെങ്കിലും അതിനനുസരിച്ച് വിനയമുള്ളവനായിരിക്കുക, എളിമയുള്ളവനായിരിക്കുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.